അടുത്തതും പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. എന്നാണെങ്കിൽ ഇന്ന് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കാണ് നടന്നത്. തൊഴിലാളികളൊക്കെ തന്നെ പണിമുടക്കി എന്നതാണ് നമ്മൾ രാവിലെ തൊട്ട് കാണുന്നതാണ്. വയനാട്ടിൽ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ച CPM-ന്റെ നേതാവിന്റെ തന്നെ ഒരു ഫാക്ടറിയിൽ 100ഓളം ജീവനക്കാർ ഗ്ലാസ് ഫാക്ടറിയിൽ പണി ചെയ്യുന്ന കണ്ടു. എന്താണെങ്കിലും സമാനമായ സംഭവം ഇടുക്കി ജില്ലയിൽ നിന്നും കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇടുക്കി തൊടുപുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. പണിമുടക്ക് ദിവസം CPIM ഏരിയ സെക്രട്ടറിയുടെ കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ് നടത്തി എന്നുള്ളതാണ്. തൊടുപുഴയ്ക്കടുത്ത കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് പണിമുടക്ക് ദിവസമായി ഇന്ന് ടാറിംഗ് ജോലികൾ തകൃതിയായി നടന്നത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ വാർത്ത കണ്ടിട്ട് അതിലേക്ക് വരാം. തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിലാണ് CPM കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ മുൻവശത്താണ് പണിമുടക്ക് ദിവസമായ ഇന്ന് രാവിലെ മുതൽ ടാറിംഗ് ജോലികൾ നടന്നത്. ടാറിംഗ് ജോലികൾ നടത്തിയത് നിയമവിരുദ്ധമായ കാര്യം അല്ലെങ്കിലും പണിമുടക്ക് ദിവസമായ ഇന്ന് തന്നെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പണികൾ നടത്തിയതാണ് വിവാദത്തിലായത്. പണിമുടക്ക് ദിനത്തിൽ രാവിലെ മുതൽ പലയിടത്തും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും വഴിതടയലും നടക്കുമ്പോഴാണ് തൊഴിലാളി സംഘടനാ നേതാവ് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. നാട്ടിലെ കടകളെല്ലാം അടപ്പിക്കുവാൻ തൊഴിലാളി സംഘടനകൾ നേതൃത്വം കൊടുക്കുമ്പോഴാണ് പാർട്ടി ഏരിയ സെക്രട്ടറി സ്വന്തം കെട്ടിടത്തിന് മുമ്പിൽ ടാറിംഗ് നടത്തിയത്. പണിമുടക്കിന് നേതൃത്വം കൊടുത്തവർ തന്നെ പണി നടത്തുന്നതിലുള്ള അമർഷവും അണികൾക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എന്നാണെങ്കിലും ടാറിംഗ് നടത്തുന്നത് ഒരു തെറ്റല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. പക്ഷെ ഇന്നത്തെ ദിവസം, അതായത് അന്നന്നത്തെ ജോലി കൊണ്ടൊക്കെ കിട്ടുന്ന പ്രതിഫലം കൊണ്ട് കുടുംബം കഴിയുന്നവരെയൊക്കെ അവരുടെ പണിമുടക്കി വീട്ടിലിരുത്തിയിട്ടാണ് നേതാവ് സ്വന്തം കെട്ടിടത്തിന് മുൻപിൽ ഈ നിർമ്മാണ ജോലികൾ നടത്തിയത് എന്നുള്ളതാണ് പ്രതിഷേധാർഹം. എന്താണെങ്കിലും ഇത്തരം നേതാക്കൾ നൽകുന്ന സന്ദേശം എന്താണ് എന്നറിയില്ല. ഒരുപക്ഷെ ഇത് പാർട്ടിയോ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റു നേതൃത്വമോ ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല. കാരണം ഇത്തരം നേതാക്കൾ തന്നെ ഇത്തരം സമരം പ്രഖ്യാപിക്കപ്പെടുന്ന പാർട്ടിക്ക് തന്നെ അപമാനമാണ് എന്നുള്ളതാണ്. പറയാതിരിക്കുവാനും തരമില്ല. എന്താണ് കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷാണ് പാർട്ടിക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം ചെയ്തത് എന്ന് പറയാതിരിക്കുവാനും തരമില്ല. അടുത്ത വാർത്തയിലേക്ക്.